ആയിട്ടാണ് വരുന്നത്. വാട്ട് ഈസ് യുവർ പ്രതിച്ഛായ? ഞാൻ ആക്ച്വലി അവിടെ പച്ചക്കറി വിൽക്കാൻ പറ്റും. എന്നിട്ട് അപ്പൊ ഇവര് വീട്ടില് ബൾക്കായിട്ട് എടുക്കുവാണ്. പിന്നെ ഇപ്പൊ എന്നിട്ട് കച്ചവടം എവിടെ വരെ എത്തി? കച്ചവടം കുഴപ്പമില്ല, പൊടി പിടിച്ചോണ്ടിരിക്കുന്നു. ആ, എൻ- അപ്പൊ അങ്ങനെ വിഷാംശമുള്ള ഭക്ഷണം കൊടുത്തതിന് ശേഷം ആ. ഈ വീട്ടിലൊരാളെ ഞങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ് കഥയുടെ ഒരു ഇതിവൃത്തം. അതാണ് അതിനൊരു മെയിൻ സാധനം. Main അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി വിഷാംശമുള്ള ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതാണ് ശ്രമിച്ചത്. പച്ചക്കറി കച്ചവടക്കാരനാണ് ഞാൻ. അതെ അതെ അതെ, അത് മനസ്സിലായി. കോർപ്പറേറ്റ് രീതിയിൽ പച്ചക്കറി വെക്കുന്ന ഒരു കച്ചവടക്കാരൻ. അപ്പൊ വൈശാഖ, ഇതൊക്കെ സത്യമാണോ? ഇയാള് പറയുന്ന എല്ലാം അതേ പറയുന്നതാണോ സിനിമയില്? അല്ല, അല്ല, അല്ല. പുള്ളിക്ക് വേറെ പ്ലാനുകളുണ്ട്. പുള്ളി വേറെ റൂട്ടിൽ നിന്ന് വരുന്നതാണ്. ആ. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചീത്ത ആന്റാഗണിസ്റ്റ് ആണോ? അല്ല, അല്ല, അല്ല. വില്ലന്മാരാണോ? അല്ല, അല്ല. പിന്നെ എന്താണ് നിങ്ങൾ ഞങ്ങള് സാമൂഹിക സേവകരാണ്. ഈ സിനിമയില്? അതെ. അത് ഞങ്ങൾക്ക് കുറെ പേരുണ്ട്. അത് ഞങ്ങൾ അങ്ങനെ സേവനത്തിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തും. ആ. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ആ ശ്രമങ്ങൾ ഞങ്ങൾ ഇവരുടെ അടുത്തൊക്കെ അവതരിപ്പിക്കും. ആ. അപ്പൊ ഇവരതിനോട് ചിലപ്പോഴൊക്കെ അത്ര ഓക്കെ അല്ല എന്ന് പറയും. ആ. അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യം വരും. ആ. അപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യും? കരയും. ഈ സിനിമയില്? അതെ. എന്നിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പോകും. കൊലപാതകം. അങ്ങനെ പോകും കഥ കുറേ. കഥ മുഴുവൻ ഞാൻ മിക്കവാറും ഇപ്പൊ തന്നെ എടുത്ത് പുറത്തേക്ക്